ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലം പിക്സ്. ഇന്ന് നമുക്ക് ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു പേൾ ഹെയർ ബോ ഉണ്ടാക്കാം. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നമ്മളൊരു നല്ല റിച്ച് ഒരു ഫീൽ തരും. അതിനായിട്ടൊരു ബാൻഡ്, ഇതേപോലത്തെ ഒരു ഹെയർ ബാൻഡിൻ്റെ ആവശ്യമുണ്ട്. ഗോൾഡ് അല്ലെങ്കിൽ മെറ്റലിൻ്റെ എടുക്കാം. പിന്നെ 0.4 mm ഗിയർ വയർ യൂസ് ചെയ്യുന്നുണ്ട്. B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വൈറ്റ് പേൾസ് ആൻഡ് ക്രിസ്റ്റൽ ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈസ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇതിന് യൂഷ്വലി ഞാൻ ബോ എന്നാണ് കേട്ടോ പറയുന്നത്, പക്ഷേ ചിലർ ബാൻഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലാണ് ഇന്നത്തെ കലാപരിപാടികൾ ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ഗ്ലൂ എഡ്ജിൽ തേച്ച് കൊടുക്കണം കേട്ടോ, കാരണം സ്റ്റിക്കായിട്ട് നല്ല സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ. ആ ഹീറ്റ് കൊടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നല്ലതായിട്ട് സ്റ്റിക്കാവേ. നമ്മൾ കണ്ടിട്ടില്ലേ, ചിലർ ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ B7000 ആയതുകൊണ്ട് ഒരു ചൂട് കൊടുത്തതേ ഉള്ളൂ. ഇതേപോലെ നല്ലതായിട്ട് എഡ്ജ് നമ്മളിങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കണേ. ഗിയർ വയറിന് നമ്മളുടെ ബോയിനേക്കാളും ഒരു ട്രിപ്പിൾ ലെങ്തെങ്കിലും വേണം കേട്ടോ. 4 mm വൈറ്റ് പേളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ ബീഡില്ലേ, അതും യൂസ് ചെയ്യുന്നുണ്ട്. അത് 2 പ്രാവശ്യം ഇങ്ങനെ നോട്ടിട്ട് കൊടുക്കണം. 2 times വയർ ഇങ്ങനെ വളച്ച് കൊടുക്കണം. കണ്ടില്ലേ, എങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് അങ്ങനെ ഇരിക്കും, അനങ്ങത്തൊന്നുമില്ല. ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ 5 times ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ 5 times നമ്മളത് ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ 8 mm ആണ് എടുത്തേക്കുന്നത്. 8 mm ക്രിസ്റ്റൽ ബീഡും 8 mm തന്നെ വൈറ്റ് പേൾ ബീഡും. സെയിം പ്രോസസ്സ് നമ്മൾ മുന്നേ ചെയ്ത് അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇത് ഞാൻ ബിഗർ സൈസ് 2 times ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന സൈസ് 4 mm തന്നെ വൈറ്റ് പേൾ ബീഡും 4 mm തന്നെ നമ്മൾ ക്രിസ്റ്റൽ ബീഡുമാണ് എടുത്തേക്കുന്നത്. അത് ഇതേപോലെ തന്നെ 5 times നമ്മൾ മുന്നേ പ്രീവിയസ് സ്റ്റെപ്സ് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക 5 times. ഓക്കെ, അത് 5 times ചെയ്ത ശേഷം വീണ്ടും നമ്മളുടെ 8 mm പേൾ ആൻഡ് ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ട് 2 times ചെയ്യുക. പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. 4 mm ക്രിസ്റ്റൽ ആൻഡ് പേൾ ബീഡ് എടുത്തിട്ട് 5 times ചെയ്യുക. മറ്റേ ബിഗ് ബീഡ്, അതായത് 8 mm എടുത്തിട്ട് 2 times വീണ്ടും ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മളുടെ ഈ ഇയറിൻ്റെ എഡ്ജ് എത്തത്തില്ലേ, നമ്മൾ മുന്നേ സ്മോൾ ക്രിസ്റ്റൽ ചെയ്തില്ലേ, ആ പ്ലേസ് എത്തുമ്പോൾ വീണ്ടും നമ്മൾ ആ 4 mm ക്രിസ്റ്റലിന് പകരം സ്മോൾ ക്രിസ്റ്റൽ യൂസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് നമ്മളുടെ പേൾ ഹെയർ ബോ റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കൂ, ഭയങ്കരമായിട്ട് നമ്മളൊരു എലഗൻറ്റ് ലുക്ക് തരുന്ന, ഏത് ഫങ്ഷൻസിന് വേണമെങ്കിൽ ബ്രൈഡലിന് റിസപ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര നല്ലതായിട്ടുള്ളൊരു പേൾ ഹെയർ ബോ റെഡി ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ അല്ലേ? സൈസൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മളുടെ ക്രിസ്റ്റൽ ബീഡിന് പകരം നമുക്ക് ഫുൾ പേൾ ബീഡ്സ് തന്നെ യൂസ് ചെയ്താലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഡിസൈൻ ചേഞ്ച് ചെയ്യാം.
സോ ഹെയർ ബോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാൻ മറക്കല്ലേ. ഐ വിൽ ബി സോ ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ പാക്കലാം. സോ ബൈ ബൈ.